ഇ.പി. ജയരാജൻ എന്ന മുതിർന്ന CPIM നേതാവിനെ കൃത്യമായും അറസ്റ്റ് ചെയ്യേണ്ടതാണ് എന്നാണ് വടകര MLA ആയ കെ രമ പറയുന്നത്. ഷാഫി പറമ്പിലിനെ കുറിച്ച് അദ്ദേഹം പ്രസംഗിച്ച ഒരു വാക്ക് മതി അദ്ദേഹം വലിയ തോതിൽ ആക്രമണത്തിന് ആസൂത്രണം ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കാൻ. ഇപ്പോൾ മൂക്കിൻ്റെ പാലമേ പോയിട്ടുള്ളൂ, സൂക്ഷിച്ച് നടന്നാൽ നന്ന് എന്ന് പറഞ്ഞത് ഏതർത്ഥത്തിലാണെന്ന് വടകരയിലെ ജനങ്ങൾ മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. കെ രമ വളരെ വ്യക്തമായി തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ട കുറിപ്പാണ്. ഞാനും TP ചന്ദ്രശേഖരനും CPIM വിട്ട് RMP രൂപീകരിച്ചപ്പോൾ ഓഞ്ചിയത്ത് വന്ന് കൊലവിളി പ്രസംഗം നടത്തിയ നേതാവാണ് ഇ.പി. ജയരാജൻ. അത് എത്ര വ്യക്തമായി പ്ലാൻ ചെയ്താണ് CPIM ആ മർഡർ നടപ്പിലാക്കിയത് എന്നുള്ളത് കേരളം മുഴുവൻ ഭീതിയോടെ ഓർത്തിരിക്കുന്ന കാര്യം തന്നെയാണ് ഇപ്പോഴും. കാരണം അത്രയും പൈശാചികമായാണ് CPയെ വധിച്ചത്. ആ വിഷയം ഒരു രീതിയിലും വടകരക്കാരെന്നല്ല കേരളം ഉള്ളിടത്തോളം കാലം മറക്കാൻ പോകുന്നില്ല. അപ്പോഴാണ് ഇ.പി. ജയരാജൻ അടുത്ത കൊലവിളി പ്രസംഗവുമായി എത്തിയിരിക്കുന്നത്. ഷാഫി പറമ്പിൽ വെറും ഒരു പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ നിയമസഭാ സാമാജികനോ ഒന്നുമല്ല. 543 ലോക്സഭാ MP-മാരിൽ ഒരു MP കൂടിയാണ്. അദ്ദേഹം 7 നിയോജക മണ്ഡലങ്ങളുടെ പ്രതിനിധിയാണ്. അദ്ദേഹത്തിനെയാണ് CPIMകാർ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. ചെമ്പട ഇത് ചെമ്പട എന്നും പറഞ്ഞ് കെ ശൈലജയ്ക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചവർ വലിയ തോതിൽ തോൽവി സമ്മതിച്ചു കൊടുക്കാൻ താല്പര്യമില്ലാതെ ഷാഫിയെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമമാണ് നടന്നത്. കാരണം 1.25 ലക്ഷം വോട്ടിനാണ് കെ ശൈലജ എന്ന PR ഏജന്റുകളുടെ ഹൈപ്പിൽ മാത്രം കടലാസ് പുലിയെ പോലെ അവിടെ നടക്കുന്ന ഒരു തട്ടിപ്പുകാരിയായ രാഷ്ട്രീയ പ്രവർത്തകയെ പൊളിച്ചടുക്കിയത് എന്ന് വളരെ വ്യക്തമായി കെ രമ പറഞ്ഞിരിക്കുകയാണ്. ഒരു കാര്യം കൂടി അവർ വ്യക്തമാക്കിയിരിക്കുന്നു. CPIM ആസൂത്രണം ചെയ്യുന്ന പല പദ്ധതികളിൽ ഒന്ന് മാത്രമാണിത്. തലനാരിക്കിഴയിലാണ് ജീവൻ നഷ്ടപ്പെടാതെ ഷാഫി അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ഷാഫിയെ വധിക്കുക എന്ന കൃത്യമായ പ്ലാനിങ് CPIMനുണ്ട്. CPIMന് അറിയാം വടകരയിൽ ഷാഫി നിൽക്കുന്നിടത്തോളം കാലം ഇനി അവിടെ കോൺഗ്രസിന് MLA-മാരുണ്ടാകും. കോഴിക്കോട് ജില്ലയിൽ CPIM അപ്രത്യക്ഷമാകും. MK രാഘവൻ എന്ന കോഴിക്കോട് MP-യെയും ഷാഫിയെയും ഒക്കെ വളരെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിലിനെ രാഹുൽ മാങ്കൂട്ടത്തെയും ഒക്കെ വലിയ തോതിൽ ടാർഗറ്റ് ചെയ്യാൻ ചില ലോക്കൽ ഗുണ്ടായിസം കാണിക്കുന്ന ചില ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ ഇറങ്ങിയിരിക്കുന്നത്? ഇവരൊക്കെ കൃത്യമായി CPIMന്റെ കയ്യിൽ നിന്നും കാശ് വൻതോതിൽ വാങ്ങിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള നെറികെട്ട പുളിച്ച ഭുലഭ്യം വിളിച്ചു പറയുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് കെ രമ.